ലിജോ ജോസ് പല്ലിശ്ശേരി പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറിയ നടിയാണ് അന്ന രാജൻ. ഏറെ വിജയം നേടിയ ചിത്രത്തിലൂടെ അന്നയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലിച്ചി എന്നായിരുന്നു അന്ന അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. അങ്കമാലി ഡയറീസിനു ശേഷം അന്നയുടെ കഥാപാത്രം അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടതിനാൽ യഥാർത്ഥ പേരിനേക്കാൾ കഥാപാത്രത്തിന്റെ പേരിലാണ് താരം കൂടുതൽ അറിയപ്പെട്ടത്. മോഡലിംഗിലും സജീവമായ അന്ന ഇപ്പോഴത്തെ മോഹൻലാലിനെയും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ്. താരം സൂപ്പർ താരങ്ങളെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. മമ്മൂട്ടിയെ കുറിച്ച് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മമ്മൂക്ക നമ്മളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. നമ്മളൊന്നും അദ്ദേഹത്തിന് മുൻപിൽ ആരുമല്ല. എന്നാലും അദ്ദേഹം അങ്ങനെയാണ്. ഒരിക്കൽ സെറ്റിൽ അദ്ദേഹം ഇരിക്കുകയാണ്. താൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം അദ്ദേഹം എഴുന്നേറ്റു. അത് കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. നമ്മളെ കണ്ടിട്ട് തന്നെയാണോ എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചു പോകും. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് താൻ പിറകിലൊക്കെ നോക്കി. അത്രയും ഡൗൺ ടു എർത്ത് ആയ ആളാണ് മമ്മൂക്ക. അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുന്ന സമയത്തും തനിക്ക് ഭയങ്കര പേടിയായിരുന്നുവെന്നാണ് അന്ന രാജൻ പറയുന്നത്. എന്നാൽ തനിക്ക് ലാലേട്ടന്റെ അടുത്ത് അത്രയും പേടി ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ കാല് വരെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മൂക്ക വന്ന് തന്റെ കൈ പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു തന്നു. നടൻ സിദ്ദിഖും കൂടെ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുമെന്നും ഇന്നസെന്റ് ചേട്ടനും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. വളരെ സീരിയസ് ആയ കാര്യങ്ങളാണെങ്കിലും പറയുന്നത് അത്രയും കോമഡി ആയിട്ടായിരിക്കുമെന്നും എല്ലാ കാര്യങ്ങളും കോമഡി രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുകയെന്നും താരം കൂട്ടിച്ചേർത്തു. ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഷൂട്ടിംഗ് സെറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ എൻട്രിയാണ് മനസ്സിൽ നിറയുന്നത്. ഷൂട്ടിംഗ് തുടങ്ങി 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. ലാലേട്ടൻ വരുന്നുവെന്നറിഞ്ഞപ്പോൾ കാത്തിരിക്കുകയാണ് എല്ലാവരും. ദൂരെ നിന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ചന്ദനത്തിന്റെ മണമാണ് എന്നും ഏതോ ഒരു ഗന്ധർവൻ വരുന്ന ഫീലായിരുന്നു അദ്ദേഹം കയറി വരുമ്പോഴെന്നും വൈകുന്നേരം നല്ല ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം കയറി വരുമ്പോൾ ഒരു ഭയങ്കര എനർജിയാണ് കിട്ടുന്നതെന്നും ലാലേട്ടൻ കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് എന്നുമാണ് അന്ന രാജൻ പറയുന്നത്. ആദ്യ സിനിമയ്ക്ക് ശേഷം അന്ന ചെയ്ത സിനിമകൾ ഏറെയും ടോപ്പ് സ്റ്റാറുകൾക്കൊപ്പമായിരുന്നു. മോഹൻലാൽ നായകനായ വെളിപാടിന്റെ പുസ്തകം, ജയറാം നായകനായ ലോനപ്പന്റെ മാമോദിസ, മമ്മൂട്ടി നായകനായ മധുരരാജ, ധ്യാൻ നായകനായ സച്ചിൻ, പൃഥ്വിരാജും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളായ അയ്യപ്പനും കോശിയും എന്നിവയാണ് അന്ന രാജന്റേത് സിനിമകൾ. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു അന്ന. ഇതിനോടകം 15ഓളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു അന്ന രാജൻ. ബിപിൻ ജോർജ് നായകനായ തിരുമാലിയാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത അന്ന രാജന്റെ സിനിമ. വേറെയും സിനിമകൾ അന്നയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. അഭിനയത്തിൽ മാത്രമല്ല ഉദ്ഘാടന വേദികളിലും സജീവമാണ് ഇന്ന് അന്ന രാജൻ. ഇതിനോടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്തു കഴിഞ്ഞു താരം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.